ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം അതെ, നാളെയാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അപ്പം മൃദുവാണ് സുഹൃത്തുക്കളെ. അപ്പം രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. അതെ, അപ്പം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ പൊങ്കാല ദിവസമാണെന്ന്. ഭയങ്കര സന്തോഷം. ഞാനും ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ടായിരുന്നു. വേറെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ? വേറെ പൊങ്കാല വീട്ടിന്റെ അടുത്ത അമ്പലത്തിലൊക്കെ അമ്മയുടെ കൂടെ പോയി നിന്നിട്ടുണ്ട്. പൊങ്കാല ഇട്ടിട്ടില്ല. ട്രിവാൻഡ്രമായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഇതില്ലല്ലേ. ഈ വട്ടം ക്ഷേത്രത്തിൽ അങ്ങേ അറ്റം വരെ ഉള്ളവര് വന്ന് 2 ദിവസം ഒരാഴ്ച മുന്നേ വന്ന് സീറ്റ് പിടിച്ച് റൂം എടുത്ത് തങ്ങി. അതെ അതെ, അത്രയും കഷ്ടപ്പെട്ടിടുന്നു. നമുക്ക് അവിടെ പോയി ഇടാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് അറിയാലോ, അമ്പൂട്ടിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും അമ്പലത്തിനടുത്തൊന്നും പോയി അടിക്കാനായിട്ട് പറ്റത്തില്ല. അതിലെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ, കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും ഈ വട്ടം നമ്മൾ എന്താ പറയണേ, ഇങ്ങനെ അങ്ങ് പോട്ടെ. അമ്മയും മൃദുലയും കൂടി ആയിരിക്കും പൊങ്കാല ഇടുന്നത്. 2 പേർക്കും മൃദുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും പൊങ്കാല ദിവസം കഴിഞ്ഞ് കാണും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങാം. ലെറ്റ്സ് ഗോ. ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നായിട്ട് എനിക്കൊന്ന് ഫേസ് വാഷ് ചെയ്യണം. നമ്മുടെ കേരളത്തിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ പറയട്ടെ ആറ്റുകാൽ പൊങ്കൽ. അത് ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ അതിന് വേണ്ടി കുറെ സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പൊ അതിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിന് മുന്നായിട്ട് എന്റെ ഫേസ് ഒക്കെ ആകെ ഡള്ളായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടി ഒന്ന് ഫേസ് വാഷ് എടുക്കുന്ന സെറ്റ് ആവാൻ പോവാട്ടോ. അങ്ങനെ ഫേസ് വാഷിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആട്ടോ നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ്. ഈ ഡാർക്ക് സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും കാണുന്ന ഒരു പ്രശ്നമാണല്ലേ. ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആക്നെ സ്കാറിൽ നിന്നും അല്ലെങ്കിൽ സൺ എക്സ്പോഷറിൽ നിന്നും അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസിൽ നിന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഡക്ട്സ് ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്താലും ഡാർക്ക് സ്പോട്ട് പോകണമെന്നില്ല. അതുപോലെ നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുകയും ഹാർഷ് കെമിക്കൽസ് ഒക്കെ കൊണ്ട് ആകെ ഫുള്ള് കുളമാവും അല്ലേ. പക്ഷെ നമ്മുടെ ഹിമാലയ ഉണ്ടല്ലോ, സേഫ് ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും നൽകുന്നുണ്ട്. നമുക്കറിയാലോ, ടർമറിക് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി മെഡിസിനൽ ആൻഡ് ഹീലിംഗ് പവേഴ്സ് ഉള്ള ഒരു ഗോൾഡൻ റൂട്ട് ആണ്. കൂടാതെ നമ്മുടെ എല്ലാ സ്കിൻ പ്രോബ്ലത്തിനും ഉള്ള ഒരു നാച്ചുറൽ റെമഡി കൂടിയാണ് ഈ ടർമറിക്. നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്ന ടർമറിക്കിന്റെ പവറും ലിക്കോറൈസും കൂടെ ചേർന്ന് നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഫേസ് വാഷ് സയൻസിന്റെ നേച്ചറിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. ഈ ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്ന യൂണിക് കോൾഡ് പ്രസ്ഡ് സൊരസ എക്സ്ട്രാക്ഷൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ടർമറിക്കിന്റെ തന്നെ ആ ഒരു റിച്ച് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയെ പ്രിസർവ് ചെയ്യുന്നു. ഈ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടിനെ വിസിബിളി റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആണ്, സേഫും ആണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഓവർ ഡ്രൈനസും ആക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് നോ സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസും നെക്കും നല്ലോണം മോയിസ്റ്റൻ ചെയ്തതിന് ശേഷം കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ഫേസിലും നെക്കിലും അപ്പേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്യുക. പിന്നീട് വാഷ് ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പാഡ് ഡ്രൈയും കൂടെ കൊടുക്കുക. ഇത് ടോയ്സൈഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് ഇതിന് ശേഷം ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കിനി വേഗം ഷോപ്പിങ്ങിന് പോവാം. എന്ത് പറഞ്ഞാൽ നാക്കെടുത്ത് അപ്പോഴകത്തിട്ടോണോ അല്ല പുറത്തിട്ടോണോ? നാണം വന്ന് നാക്ക് അടിക്കുന്നത്. നീ കളം വരയ്ക്കോ തറയില്? ഈ നാണം വരുന്ന രാവിലെ രാവിലെ നാണം വരുന്ന നമ്മൾ നാളെ എവിടെ ഇടുന്നേന്ന് നോക്കിയാ നമുക്ക് ടൈല് വല്ലതും എടുത്തിട്ടുണ്ട്. ഓ, മേശിരി സ്ഥിരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുതിയ ഡ്രസ്സാണടി? പുതിയ കുപ്പായ കിട്ടിയോ? അച്ഛന് പഴയതാ, അമ്മച്ചിക്ക് പഴയതാ, നിനക്ക് മാത്രം ഇവിടുന്ന് പുതിയത്. ചിരിക്കണ പറയുമ്പോ പോളാ അവിടുന്ന്. ഇപ്പൊ നാണം വന്നിട്ടേ എന്തെങ്കിലും പറയാൻ നാണം വന്ന് പറഞ്ഞാ അമ്മയുടെ സാരി അമ്മയുടെ ഷാലിനകത്തോട്ട് അങ്ങ് പോകും. ഇപ്പൊ നോക്കിക്കോണേ, നാണം വരും നോക്കിക്കോണേ. കണ്ട 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 ഭയങ്കര നാണോടി. ഇപ്പൊ ഭയങ്കര എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ നാണിച്ചങ്ങ് അമ്മയുടെ ഷാലിന്റെ ഇടയിൽ അല്ലെങ്കിൽ അവളെ എടുത്തോണ്ടിരിക്കുമ്പോ നാണിച്ചങ്ങ് പോകും കേട്ടോ. നമ്മള് ഷൂറാക്ക് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. 1 2 3 4 5 ട്രാക്കാണ് സെറ്റ് ചെയ്തത്. ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ട് ഷൂ എടുത്ത് വെച്ച വെച്ച് ഇതാരാ അവിടെ ചെരുപ്പിട്ടേക്കുന്ന? ഈ ഷൂ റാക്ക് വെച്ചത് എന്തിനാണ്? നിന്റെ എരിപ്പുണ്ട്, എന്റെ ഉണ്ടോ? വന്ന് കേറിക്കോ. വരൂ എന്നാ വെച്ചോളൂ. Let's go guys.
നമ്മുടെ വണ്ടി ഇപ്പൊ എത്ര കിലോമീറ്റർ ആയെന്നറിയോ? ഇപ്പൊ സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. 34,118 കിലോമീറ്റർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ അങ്ങ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്നിരുന്നെങ്കിൽ ശീലിച്ചായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് ശീലിക്കണ്ട, ശീലങ്ങളൊക്കെ മാറ്റിക്കോ അങ്ങോട്ട്. ഞാൻ പോവാ. അപ്പൊ മാനം നോക്കുക. വണ്ടി ഓടിക്കുന്ന ഞാനോ? ലൈസൻസ് ഇല്ല. ഈ അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ട്, അമ്മയുടെ കേട്ട് കൊടു. ഈ ലൈസൻസ് ഉള്ള ആൾക്കാരും കുറെ പേര് വണ്ടി ഇപ്പൊ ഓടിക്കത്തില്ലേ? ലൈസൻസ് എടുത്ത് ചുമ്മാ അലമാരി വെച്ച് പൂട്ടി ആ ഒരു ടൈമിൽ അവരങ്ങ് പഠിച്ചങ്ങ് എടുക്കും. അമ്മ നമ്മ വണ്ടി ഓടിക്കാതെ വേണോ? എത്ര വർഷമായി വണ്ടി ഓടിച്ചിട്ട്? കാറിൻ്റെതുണ്ടോ? ഓ ഫസ്റ്റ് അയലില് കിട്ടി. കാറിന്റെ ലൈസൻസ് എടുത്ത് വെച്ചേക്കോ അലമാരിക്ക്, അത് ചെതലടിക്കാൻ വേണ്ടിട്ട്. അത് ചെതലടിച്ച് കാണും. ഭയങ്കര നാക്കാ ഗൈസ്. നമ്മുടെ നമ്മളിപ്പോ ഒരു സാധനം അയ്യോ സൂപ്പർ ചേട്ടാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അത് നശിച്ചു പോകും. അത് നശിച്ച അവിടെ ഇരിക്കുമല്ലേ. ഒരു ട്രൈപോഡ് വാങ്ങിച്ചേ, ആ ട്രൈപോഡ് അടിപൊളി ചേട്ടാ. പിറ്റേ എന്റെ സ്ക്രൂവും വെക്കോട്ട് 2 വട്ടം ഫോൺ ഇട്ടാ പോകും പറഞ്ഞ പറയുന്നു. ഇവിടുത്തെ റോഡ് മൊത്തം കട്ടറ, എല്ലാം ശരിയാക്കണം. ആരെങ്കിലും ശരിയാക്കണം. റോഡ് ടാക്സ് ഒക്കെ അടക്കുന്നില്ലേ പുള്ളി? പരാതി കൊടുക്കണം. ഇപ്പൊ എല്ലാരും സഹിച്ചു. കേറുന്നില്ല, വലിയൊരു ബമ്പുണ്ട് ഇവിടെ. ഒരു അഗാധ കൊക്ക. അമ്പൂട്ടന്റെ അച്ഛന്റെ സന്തോഷം. അയ്യോ പൊടി പൊടി. വണ്ടി ഡോർ അടച്ചേരെ, പൊടി കയറും. റോഡ് വഴി നടക്കണം കേട്ടോ നമ്മളെ കഴക്കൂട്ടത്ത്. ഓ നമ്മുടെ കഴക്കൂട്ടം എനിക്ക് എഴുതി തന്നേക്കില്ല കഴക്കൂട്ടം. പണ്ടേ നമുക്ക് കഴക്കൂട്ടത്തിനോട് ചാടി എല്ലാം കൂടി പൊട്ടിയിട്ട് എത്ര രൂപ അവര് വാങ്ങും നോക്കട്ടെ. കൊടുക്കണേ. ആരടാ ഇങ്ങനെ ഹോൺ അടിക്കുന്ന? അതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഹോണേ അടിക്കില്ല. പിന്നെ അവിടെ എന്തോ ഉള്ള ഹോണിന് പകരം എടുത്തല്ലോ. ഓക്കെയാണോ ഇത്? ഇത് ഓക്കെയാണ്. ഓട്ടോ വല്ലതും ഉണ്ടോ? അതൊക്കെ എടുത്ത് വെള്ളം ഒഴിച്ച് നോക്കണ്ടേ? ഓ വെള്ളം ഒഴിച്ചാലേ അറിയത്തുള്ളൂ കേട്ടോ. നമ്മൾ കൊണ്ടുപോയിട്ട് ചേട്ടാ ഇത് കിഴുത്തൊന്നും ഇല്ലല്ലോ, വെള്ളം ഒഴിക്കുമ്പോഴല്ലേ ഒഴിച്ചാണോ? ആ ഓ അത് മതി. വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കൊണ്ട് കണ്ണറ ഉണ്ടെന്ന് പറഞ്ഞ് ഇനി പൊങ്കാലിടാൻ പറ്റതോ. വെള്ളം മോളിൽ വീണേനെ. നല്ല കല. അല്ല ഇച്ചിരി കഴിഞ്ഞാലേ അറിയത്തോളൂ. അങ്ങനെ നമ്മൾ നോക്കണ്ട. സമയത്ത് ഇനി കഴിഞ്ഞ് വീണെങ്കിൽ ഒറ്റ വീഴും, ഇല്ലാത്തത് വീഴും. പിന്നെ നനവ് വരും. അത് തോനേരെ കഴിഞ്ഞ് തീയറ്റി കഴിഞ്ഞാൽ അതൊന്നും അറിയില്ല. പൊട്ടലുണ്ട്, ക്രാക്ക് മണ്ണിന്റെ അല്ലേ, മണ്ണിലുണ്ടാകുന്ന സിമെന്റിലുണ്ടാവുന്നതേ ക്രാക്ക്. നീ അണ്ണന്റെ വശത്തായപ്പോ നിങ്ങളുടെ ടീമായിട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നത്. അല്ല ഇനി കണ്ണറ വന്നാലും സഹിച്ചോണേ. ആ സിമെന്റിൽ ഉണ്ടാക്കുന്നതേ കണ്ണറ വരുന്നില്ല. ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്തില്ല, നീ കിഴുത്ത വരല്ലേ? എന്നാ പിന്നെ ചൂട്ടും കൊതുമ്പൂടെ ഉണ്ടോ? ചൂട്ടും കൊതുമ്പ് എവിടെ കിട്ടും ചേട്ടാ? ഇട്ടേക്കോ? നമുക്ക് പറമ്പൊന്നും ഇല്ലാത്തോണ്ട് ചൂട്ടും കൊതുമ്പൊന്നും ഇല്ല. നമുക്കൊരു തെങ്ങ് നട്ടാലോ? തെങ്ങ് നടാൻ വേണ്ടി വസ്തു ഇല്ല, മൊത്തം 6 സെന്റേ ഉള്ളു ഗൈസ്. ഷോപ്പ് നമ്പർ 2 ഗൈസ്. ശർക്കര, അരി, ബാക്കി പലചരക്ക് സാധനം. ഓക്കെ, അമ്പൂട്ടൻ ചെറിയ നിർബന്ധം തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഷോപ്പിംഗ് ചെയ്തിട്ട് വീട്ടിൽ പറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കൂല ബാക്കി കാര്യങ്ങൾ. സാധനം വാങ്ങാൻ വന്നതാ, വീട്ടിലോട്ടുള്ള എല്ലാ സാധനവും വാങ്ങിച്ച്. അതിനകത്ത് കലവരിപ്പുണ്ട്, അതിന്റെ മണ്ടേ പുറക്കിടല്ലേ. ആ ടീഷർട്ടിന് അടുത്ത് കലമാണ്. പാത്രങ്ങളൊന്നും വീട്ടിൽ വാങ്ങിച്ച് തീർന്നില്ല കേട്ടോ. സ്റ്റീലിന്റെ പാത്രമൊക്കെ നമ്മൾ ഇപ്പോഴും വാങ്ങുന്നതേ ഉള്ളൂ. അമ്പൂട്ട ഇപ്പൊ കളിപ്പാട്ടം കൈ പിടിക്കും. പിന്നെ കയ്യിലല്ല എന്റെ കൊച്ചുങ്ങൾ കാലിലാണ് പിടിക്കുന്നത്. ഇത്ര നാളാവും പിടിക്കത്തില്ലായിരുന്നല്ലോ, ഇപ്പൊ പിടിക്കും. നേരെ വായിലോട്ട് അധികം കൊണ്ടുപോകുന്നത് നോക്ക്. അവന്റെ വായല്ല നിന്റെ വായി കൊണ്ടുപോക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ബാക്ക് കവർ ഇട്ടോട്ടെ. എന്നോടാ സൊണ്ണല്ലടി മൊണ്ണേ, നീ മൊണ്ണ വെട്ടി പോട്ടിടുണ്ട്. സത്യം പറഞ്ഞാൽ മൃദുലൊരു തമിഴ്നാട്ടുകാരാണെങ്കിൽ എവിടെ തമിഴിൽ നിന്ന് പറഞ്ഞ കണ്ട്രാവിയായിട്ടുള്ള തമിഴാ. അത് ഞാൻ തമിഴ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ തമിഴ് പറഞ്ഞാൽ നീ ഞെട്ട്. നീ ഇതാണ് പൊങ്കാൽ ഡ്രസ്. പൊങ്കാലയിടാൻ പറ്റിയ ഡ്രസ്. ഇതാകുമ്പോ തീയൊക്കെ കത്താ എളുപ്പോ, 4 സൈഡിൽ നിന്ന് കത്തി. ഷൂട്ടിംഗ് അതും കുറച്ച് മതി, ബാക്കി ഇതായിരിക്കും. പൊങ്കാല സാരി സെറ്റ് അല്ലേ? കളർഫുൾ ആണോ? ഹായ് ഗൈസ്. ലൈറ്റ് കണ്ടുകൊണ്ട് ചിലപ്പോ കിടക്കുമായിരിക്കും കേട്ടോ. ഇപ്പോഴത്തെ മോഡൽ ഏതാ?
കളർഫുൾ. സീരിയസ്ലി കൊള്ളാം, കുഴപ്പമില്ല. വേറെ ഓക്കെ അല്ലേ? ഇതാണോ കാണാൻ ഒരു എടുപ്പ് വീഡിയോ കൂടെ. പല്ലവന്റെ അയ്യത്തുനിന്ന് ആരാ ഇവിടെ കൊതുമ്പും ചൂട്ട് കിടക്കുന്നത്? എടാ നമുക്ക് ഇവിടം വരെ ഉള്ളൂ, ഈ മതിലിനപ്പുറം വേറെ ആരുടെയൊക്കെ ഉണ്ടാണ് ഗൈസ്. പൊങ്കാലിടാൻ വേണ്ടിയിട്ടുള്ള വിറവ് പിടിക്കും കേട്ടാ. വിറവ് ചൂട്ടും കൊതുമ്പും കിട്ടിയില്ല ഗൈസ്. നമ്മളിവിടെ ആണെങ്കിൽ ചൂട്ടും പതും കിട്ടാൻ വേണ്ടി തെങ്ങൊന്നുമില്ല, ചുറ്റും റബ്ബറാ. അമ്പൂട്ടൻ എന്റെ കയ്യിരിപ്പുണ്ട്. മൃദുലേന്തി അയ്യോ അങ്ങ് കാണുന്നുണ്ടോ നിങ്ങൾ? ഓലെ അതെടുത്തോണ്ടോ എന്നാ ഇതിൻ്റെ ഇവിടെയും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ 2 കൊതുമ്പും ചൂട്ടും എടുത്ത് നാളെ പൊങ്കാലയ്ക്കാണ്. നമ്മൾ കുറേ തപ്പിയായിരുന്നു സാധനം, പക്ഷെ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ അയ്യത്തുനിന്ന് ഇപ്പോൾ പുതിയ ടെക്നോളജിയാണ്, യൂട്യൂബ് വഴി അവർ അറിയുന്നത്. നിങ്ങൾ അയ്യത്തുനിന്ന് 2 വട്ടയുടെ കമ്പും വേറെന്തെടുത്തമ്മ, വട്ടയുടെ കമ്പ്, ഒരു ചൂട്ടും കൊതുമ്പും, അത് മാത്രമേ നിങ്ങൾ അയ്യത്തുനിന്ന് എടുത്തിട്ടുള്ളൂ. ഇല്ല നാട്ടുകാരെ കൊതുമ്പും മുട്ടിച്ചോണ്ട് വരുന്നവള്. ഉളുപ്പുണ്ടാ? ഉളുപ്പ് എടോ ഞാൻ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നേ. കൊതുമ്പൊന്നും അങ്ങനെ ഇല്ലേ? നോക്കിക്കൊണ്ടൊരു മടലും കൊതുമ്പും പിന്നെ ഈ ഒരു സാധനവും കൂടെ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ കഞ്ഞി പോലത്തെ, അതും കൂടെ വന്ന് വീണാ മതി. ഞാൻ കേട്ട് ശബ്ദം, ഞാൻ അത് കേട്ടോ, ഞാൻ ഇതിന്റെ മണ്ടയ്ക്കൊന്ന് വീണാണെന്ന്. അമ്മയുടെ തന്നെ എന്തോ ഒരു സാധനം ചക്ക വെട്ടിയിട്ടുള്ള ഒരു ശബ്ദം കേട്ട് ഞാൻ മൃദുലെല്ലാം പോയി കുഴിയിലെല്ലാം വീണോന്ന്. ഇത്രയും മതി. ഇങ്ങോട്ട് ഇട്ടോ രാവിലെ എടുക്കാനുള്ളതില്ല. അതുപോലെ മഴ വല്ലതും പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇട്ട നനയത്തില്ല. ആ ഇപ്പൊ ഇട്ടോ. ഇത് നമ്മൾ തെമ്പലയിൽ കൊണ്ട് നട്ടതാ. കരിയാപ്പല പിടിക്കുന്ന കാര്യമാണ് പാട്. പലപ്പോഴും കൊണ്ടുവച്ച് പാളിപ്പോവാറാണ് പതിവ്. പക്ഷേ ഈ വട്ടം നമുക്ക് കരിയാപ്പല പിടിച്ച് അതിൻ്റെ അടിയിൽ നിന്ന് വേറെ പൊട്ടി കളിച്ച് ഇവിടെയും കരിയാപ്പല പിടിച്ച് നമ്മൾ കുരുമുളക്, റംബൂട്ടാൻ നമ്മളെ കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. റംബൂട്ടാൻ ഇതിട്ട് നട്ടില്ല ഗൈസ്, നടണം. അമ്പൂട്ടനല്ല റംബൂട്ടാൻ. എന്ത് അമ്പൂട്ടനല്ല റംബൂട്ടാൻ. ആൾക്കാർ കുറെ പേര് കമന്റ് ചെയ്യും അമ്പൂട്ടനെ റംബൂട്ടാൻ ഞാൻ ഒരു വീഡിയോ പറഞ്ഞതിന് ശേഷം കുറെ കമന്റ് റംബൂട്ടാൻ എന്ത് ഷോപ്പിങ്ങിനൊക്കെ പോയി നല്ല ക്ഷീണം. എന്നാലും ഇനി ഇതെല്ലാം ഇട്ട് വെക്കണ്ടേ? ഇത്രയും സാധനങ്ങളുണ്ട്. വാങ്ങിച്ച കൂട്ടി. ഇനി ഇതെല്ലാം കറക്റ്റ് സ്ഥലങ്ങളിൽ എടുത്ത് വെച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടി നോക്കാൻ. ചായയും ഇന്നത്തെ സ്നാക്ക് മുളക് ബജ്ജി ഉണ്ടാക്കി ചായയും കുടിച്ചിട്ട് വേണം അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കാൻ. അമ്പൂട്ട നല്ല ഉറക്കം, ഏട്ടൻ കുളിക്കാൻ കയറി. മൈൻഡുണ്ട്, സൈലന്റ് ആയിട്ടങ്ങ് പൊക്കും, ഇല്ലെങ്കിൽ അവ ഇപ്പൊ വിളിക്കും. നമ്മള് ബജ്ജി ഉണ്ടാക്കി സുഹൃത്തുക്കളെ. ബജ്ജി മുളക് ബജ്ജി. സത്യം പറഞ്ഞാൽ എനിക്ക് മുളക് ബജ്ജി ഇഷ്ടമല്ലേ? അടിപൊളി സൂപ്പർ ആയി സൗണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തള്ളാന്ന് വിചാരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യമായിട്ട് കറക്റ്റ് പരിവത്ത്. കൊതി വിടല്ലേ നമ്മൾ തിരുമ്പോ? കൊതി വിടല്ലേ ഇയാള്? കഷ്ടേട്ടാ കൊതി ഇറക്കുന്നേട്ടാ. നമ്മള് കഴിക്കുമ്പോ അവനറിയാം കഴിക്കുക. അമ്മയുണ്ട് എന്നാ കൊള്ളാന്നുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയാ. എടി എന്തോ അടി എടി, നീ ഭയങ്കര അലപ്പാടല്ലോ എടി രാവിലെ. എന്തോ അടി
കണ്ണുണ്ടാടി അയ്യോ പൊങ്കാലിടണ്ടേ പൊങ്കാലിടണ്ടേടി കളിക്കാം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളും വിട്ടു നമ്മളെ വീട്ടില് ആദ്യത്തെ പൊങ്കാല. അപ്പം രാവിലെ മൃദുല എണീറ്റ്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി എണീക്കാൻ വേണ്ടിട്ട്. ഞാൻ നോക്കിയപ്പോ മൃദുല ഒരുങ്ങിയൊക്കെ നിൽക്കുന്നു. ഞാൻ ചടപട എണീറ്റ്. അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാമോ? അടിപൊളി. എന്തുകൂടി രാവിലെ എണീറ്റ് പൊങ്കാല കാണുമ്പോൾ എന്തോ ഒരു വൈബ്. കാരണം നമ്മള് ആദ്യമായിട്ട് പൊങ്കാല ലൈവായിട്ട് ന്യൂസ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ന്യൂസ് എടുക്കുന്നു, കാര്യങ്ങളൊക്കെ സമയത്ത് നമ്മൾ കത്തിച്ച് അവിടെ പണ്ടാര അടുപ്പില് കത്തിച്ചപ്പോ ഞാൻ ഇവിടെ കത്തിച്ചു. ഇവിടെ നിക്കാൻ പറ്റത്തില്ല കേട്ടാ, ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെയിൽ. അതുമല്ല ഈ കാല് പൊള്ളുന്നു ഇവിടെ ഈ ടൈലില്. നമ്മൾ കുളിച്ചില്ല, നമ്മൾ കുളിക്കാൻ സമയം ആവുന്നതേ ഉള്ളൂ. അയ്യോ, സ്റ്റെപ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ, കാല് പൊള്ളി. ഡേയ്, നമ്മള് കുളിച്ചില്ല. അമ്മച്ചി എന്താ നിൽക്കുന്നത്? അമ്മച്ചി വിയർത്ത് കുളിച്ച് നിൽക്കുന്നല്ലോ. ഇപ്പൊ കുളിക്കുന്ന നമ്മള് ഇതിലെ കഴുത്തില് പതക്കമൊക്കെ കെട്ടി തൂക്കിയായിരുന്നു. ഇതൊക്കെ ഇപ്പൊ സമയം കിട്ടി. ഇലിയിലെ കെട്ടൊക്കെ കെട്ടി കേട്ടാ. अविधानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं तरङ्गश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्मजलधो निमग्नानं धंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण आत्मा राम. ഗൈസ്, പുറത്ത് നിന്ന് ഫോൺ ഓവർ ഹീറ്റ് ആയിട്ട് ഓഫായി ക്യാമറ. അയ്യോ, അത്രയ്ക്ക് ചൂടാട്ടാ. ഫോൺ ഹീറ്റായി, പഴുത്ത് ഫോൺ. അമ്പോട്ട സ്പൈഡർമാൻ ഷോ കാണോ ഗൈസ്? പഴം തരുമോ? ശരി, ഒന്നും തരത്തില്ല. ചുമ്മാ എനിക്ക് അറിയാം അങ്ങനെ കഴിച്ചുവിടുന്നു. ഇഡലി സാമ്പാറൊക്കെ ഉണ്ട്. ആണോ? വടയുണ്ടോ? വടയില്ല. തേങ്ങ ഇട്ടിട്ട് വരാം. ചില ആൾക്കാരടി മധുരമൊന്നും ഇല്ലാതെ ചോറ് കണക്കിടൂലേ? അത് വെള്ളച്ചോറ്, അത് ഇത് ഇടും. വെള്ളച്ചോറ് ഇടും. അത് കുറെ നേർച്ച പറയുന്ന കേട്ടോ. അതിലെ മണ്ടപ്പുറ്റ്, മറ്റേ പുഴുങ്ങി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇഡലി കുത്തി. ചില ആൾക്കാരെ മധുരമൊന്നും ഇല്ലാതെ ചോറ് മാത്രമായിട്ട് വെക്കത്തില്ലേ? ഫൈനൽ ഡിഷർ കോട്ടിംഗ് പഴത്തിൽ കൂടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഇലക്ക ഉണ്ടല്ലേ? ഇല വിട്ടിട്ട് അപ്പൊ നമ്മളിതേ വാഴയില വെച്ച് അടച്ചു വെക്കാൻ പോവാണ്. ഇനി നേദിക്കുന്ന 1:15 ഗായ്സ്. അപ്പം 1:30 ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 1:15 അപ്പൊ നമ്മൾ ന്യൂസിൽ നേദിക്കുന്ന സമയമായി. അപ്പൊ എന്തേ മൃദുല പൊങ്കാല കത്തിക്കാൻ പോവാ, വിളക്ക് കത്തിക്കാൻ പോവാ. നമ്മളെ ഇലയൊക്കെ വാടി ഫുൾ വെയിലിപ്പം അങ്ങോട്ടായി. നമ്മള് ഇത് പേസ്റ്റ് ബോർഡ് ഇട്ടിട്ട് അതിന്റെ വേണ്ട ചാക്കിട്ട് പിന്നെ മണലിട്ട് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പൊങ്കാലിട്ട ആള് കഴിക്കും. ഇല്ല, പൊങ്കാലിട്ട ആളാ കഴിക്കണ്ട ആദ്യം. അങ്ങനൊന്നും ഇല്ല. അത് നീ കഴിക്കേ കൂടാ കേട്ടോ. അന്നനാളത്തിൽ പോയി ഒട്ടിയിരിക്കരുത് പഴമൊക്കെ ആയിട്ടേ. ചൂട് മാറിട്ട് കഴിക്കാവൂ. പഴം പോയി കവളി ഒട്ടും. അതാ വെയിലത്ത് തന്നെ ഇരുന്നത് കൊണ്ട് അടിപൊളി. നല്ല ഒരുപാട് മധുരമായി, മത്ത് പിടിക്കും. കറക്റ്റ് മധുരം.
മുതലെടുത്ത പരിപാടി ശരി, നമുക്ക് ചൂടോടെ അപ്പുറത്തെ വീട്ടിലേക്കൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. പോട്ടെ, അങ്ങോട്ട് എഴുന്നേക്കുന്നോളം പറയും. കൊള്ളാം. ഇന്നത്തെ ഡ്രസ്സ് സാരിയും കൊള്ളാം. പറഞ്ഞില്ല, ഞാൻ മുമ്പേ പറഞ്ഞില്ലേടി റെഡി ഫുള്ളേ. ഓക്കെ, ഉച്ചക്ക് എന്തുവാ? സദ്യ. അമ്പൂട്ടനവിടെ പാട്ടും കേട്ട് അടുപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. പരിപ്പ്, അവിയല്, സാമ്പാർ, ഇത് രാവിലത്തെ സാലഡ്, ചീവക്കിഴങ്ങ് തോരൻ, മാങ്ങാച്ചാറ്, പപ്പടം. പപ്പടം, ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ വേണ്ടല്ലോ. ഓ ഇത്രയും കറി ധാരാളം. പപ്പടം, അപ്പൊ ഗായ്സ് നമ്മളെ ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. കൂട്ടാ കൈ പിടിച്ചേക്കും, നോക്ക് കൈ മുറുക്കി പിടിച്ചേക്കും കേട്ടോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടോ അതോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബലൂൺ ഉണ്ട്, 2 കൈ വെച്ച് പിടിച്ചിട്ടാകും കാൽ 2 പൊക്കുവതിരിക്കുക. ഇപ്പൊ കൈ കൊണ്ട് പിടിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന നേരത്ത് മൃഗിനയുടെ പ്ലേറ്റില് രാവിലെ കാപ്പിക്കാണ്, അല്ല ഉച്ചയ്ക്ക് ചോറിന് എപ്പോഴാണെന്നറിഞ്ഞൂടാ പിടിച്ചിട്ട് തിരിച്ച് പ്ലേറ്റ് തിരിച്ച്, കാരണം പഴത്തിൽ കീറി പിടിച്ച് ഇപ്പൊ എല്ലാത്തിലും കീറി പിടിക്കാറായിട്ടുണ്ട്. ഇനി എന്റെ ഫുഡിലെങ്ങാനും തൊട്ടാ ഇപ്പഴേ നാണമുള്ള ചിരിയാട്ടോ. ചില സമയം ആണോ. വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അത്രയുള്ള സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിനുള്ള കാണുന്നവരെ ബൈ. കണ്ടാ നാണോ അങ്ങ്, അയ്യോ നാണോ അങ്ങ്.